നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ആറ്റിന് കിഴക്കേക്കര സ്വദേശിയായ 34 വയസ്സുള്ള അരുണിന് കിഡ്നി തകരാറ് മൂലവും ഷുഗർ കൂടിയതിനാലും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട വിവരം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നതും അദ്ദേഹത്തിന്റെ അവസ്ഥ ബോധ്യപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ ഫലം കണ്ട് 1 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന്റെ കണ്ണ് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ട ചികിത്സാ ധനസഹായം ശേഖരിക്കാൻ സാധിക്കുകയും അതിന്റെ ഓപ്പറേഷൻ മറ്റന്നാൾ ബുധനാഴ്ച നടത്താനായി തീരുമാനിച്ച് തമിഴ്നാട് അരവിന്ദ് കണ്ണാശുപത്രിയിൽ അദ്ദേഹം അഡ്മിറ്റ് ആവുകയാണ്. അതിന് വേണ്ടുന്ന ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സാധിച്ച സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അമ്പലം വാർഡിൽ കുട്ടു എന്ന് ഞങ്ങൾ വിളിപ്പേരുള്ള അരുണ് അപ്പോൾ കണ്ടു കാണും. അകത്ത് അദ്ദേഹം കിടക്കുകയാണ്. കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പൂർണ്ണമായി 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രായം 34 വയസ്സാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ. ഈ വീടിൻ്റെ അത്താണിയായിരുന്നു. ആ തരത്തിൽ നമ്മൾ പൊതുജനങ്ങൾ, നമ്മുടെ ഇവിടുത്തെ സുമനസ്സുകളായ ആൾക്കാരിൽ ഈ വിവരം എത്തിക്കുകയും അവർ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി പ്രത്യേകം എടുത്ത് പറയണം, ഇവിടുത്തെ കുടുംബശ്രീ, അതോടൊപ്പം തൊഴിലുറപ്പ്, പിന്നെ കുറേ ആൾക്കാർ അവരുടെ ഈ തരത്തിലുള്ള നന്മ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൈയയച്ചുള്ള സഹായങ്ങൾ കൊണ്ട് നമുക്ക് ഏറെക്കുറെ 1 ലക്ഷത്തോളം രൂപ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പൈസ നാളത്തെ ചികിത്സയ്ക്കായി, ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ചികിത്സ തീരുമാനിച്ചത് കഴിഞ്ഞ മാസം 26-ാം തീയതിയായിരുന്നു. നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിൻ്റെ ശാരീരികമായ അസ്വസ്ഥത കൂടുകയും ഷുഗറിൻ്റെ അളവ് ശരീരത്തിൽ കൂടിയ കാരണത്താൽ ഈ സർജറി മാറ്റിവെച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തൊട്ടടുത്ത ദിവസം, അതായത് നാളെ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യുകയും അതിനുശേഷമുള്ള ബുധനാഴ്ച അദ്ദേഹത്തിന് സർജറി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അവിടെ ചിലവാകേണ്ടുന്ന ആദ്യം അടയ്ക്കേണ്ടുന്ന പൈസ നമ്മൾ ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് കണ്ടെത്തിയതാണ്. നിർലോഭമായി ഏത് കാര്യത്തിനും ആത്മാർത്ഥമായി സഹകരിക്കുന്ന നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാരുടെ ഈ സഹായം പൂർണ്ണ മനസ്സോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഉതകത്തക്ക വിധത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കുകയാണ്. ശേഷം ഇത് കണക്ക് കുറവാണ്, അപര്യാപ്തം വെച്ചാൽ പൂർണ്ണമായിട്ടില്ല. ഇനിയും കുറേ ആൾക്കാർ നമ്മളിലൂടെ ഇപ്പോൾ ഈ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ സർജറിക്ക് എത്തുന്ന ആദ്യത്തെ തുക കൈമാറുന്നു. അതോടൊപ്പം നേരിട്ട് തന്നെ ഈ പ്രദേശവാസികൾ അമ്മയുടെ ചേച്ചിയുടെ കയ്യിൽ പൈസ എത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അതിന് അപ്പുറം നമ്മുടെ ന്യൂസ് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ജനങ്ങളിൽ എത്തിച്ചത്, ഇത്തരത്തിൽ സഹായം ആവശ്യമുണ്ടെന്നും പറഞ്ഞ് എത്തിച്ചതും ഇതിന് ആത്മാർത്ഥമായി സഹായിച്ചതും സഹകരിച്ചതൊക്കെ ന്യൂസാണ്. ന്യൂസിനോടുള്ള നന്ദിയും സ്നേഹം നിറഞ്ഞ ശരത്തിനോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഓപ്പറേഷനുള്ള ആദ്യ തുക ചേച്ചിയുടെ കൈമാറുകയാണ്. ഇത് ചേച്ചി സന്തോഷപൂർവ്വം വാങ്ങുന്നത്. 50,000 രൂപയാണ് ആദ്യത്തെ തുക കൈമാറുന്നത്. ബാക്കിയുള്ള തുക ബാങ്കിൽ, ഇവരെ തന്നെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ആ തുക ബാക്കി ഇവർക്ക് ഇനിയുള്ള സമർപ്പണം കൂടി ആൾക്കാർ തരുന്നത് കൂടി അതിനകത്ത് ബാക്കി ഓപ്പറേഷൻ്റെ സംവിധാനം തീരുമാനിക്കും. ചേച്ചി, ഇത് നമ്മുടെ ഇവിടെ തന്നിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റാണ്. ഇത് നമ്മളൊരു ചാർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ലിസ്റ്റ് പൂർണ്ണമല്ല, ഇനിയും കുറേ ആൾക്കാർ തന്നിട്ടുണ്ട്. അത് ബാങ്കിലേക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ചേച്ചിയുടെ കയ്യിൽ വ്യക്തിപരമായി ഈ വീട്ടിൽ വന്ന് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം കാഴ്ച തിരിച്ചു കിട്ടട്ടെ എന്ന പൂർണ്ണ പ്രാർത്ഥനയോടെ സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പ്രിയപ്പെട്ടവന്റെ ചികിത്സയ്ക്ക് വേണ്ടി 1 രൂപയെങ്കിലും നൽകിയവർക്ക് ന്യൂസും നന്ദി അറിയിക്കുകയാണ്. സന്തോഷത്തോടെ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത്, കുളത്തൂപ്പുഴ.